കുട്ടികൾക്കായി ഒരു കഥ. രചന, അവതരണം മാഗ്ലിൻ ജാക്സൺ. കുട്ടികൾക്കുള്ള കഥ. മിട്ടു ഗൃഹനാഥനും. ഒരിടത്ത് ഒരു മിട്ടു എലി ഉണ്ടായിരുന്നു. അവന് താമസിക്കാൻ ഇടം തേടി നടക്കുകയായിരുന്നു. പലയിടങ്ങളിലും അന്വേഷിച്ചു. അവസാനം അവൻ ഒരു വീട് കണ്ടുപിടിച്ചു. അവൻ അവിടെ താമസവും തുടങ്ങി. ഒരു ദിവസം വീട്ടിലെ ഗൃഹനാഥൻ മച്ചിനു മുകളിൽ ചെന്നപ്പോൾ ഒരു എലി കിടന്നുറങ്ങുന്നത് അയാൾ കണ്ടു. അയാൾ ഒരു വടിയെടുത്ത് അടിക്കാൻ നോക്കിയപ്പോൾ മിട്ടു ഓടിനിടയിൽ കൂടി പുറത്തേക്ക് കടന്നു. ഓടി രക്ഷപ്പെട്ടു. ഗൃഹനാഥന് അവളെ പിടിക്കാൻ കഴിഞ്ഞില്ല. ആഴ്ചകൾ കടന്നുപോയി. മിട്ടുവിനെ പറ്റി ഗൃഹനാഥൻ മറന്നുപോയി. മിട്ടു വീണ്ടും മച്ചിനു മുകളിൽ താമസം തുടങ്ങി. അവരുടെ പുരയ്ക്കു മുകളിൽ ഒരു തെങ്ങ് ചാഞ്ഞു കിടപ്പുണ്ട്. വേനലായതുകൊണ്ട് പാമ്പുമാമന് ചൂട് സഹിക്കാൻ വയ്യാതെ തെങ്ങിന്റെ മുകളിൽ കയറി ഓടിനുള്ളിൽ കടന്നു. മിട്ടുവിനെ കണ്ടപ്പോൾ പാമ്പുമാമന് സന്തോഷമായി. ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ ചൂടിൽ നിന്നും മോചനവുമായി, വിശപ്പിനും ഭക്ഷണവുമായി. ഇന്ന് ആരെയാ ഞാൻ കണി കണ്ടത്? നാളെയും അവരെ തന്നെ കണി കാണിക്കണേ. ഭഗവാനോട് മനമുരുകി പാമ്പുമാമൻ പ്രാർത്ഥിച്ചു. പാമ്പുമാമൻ എലിയെ ഭക്ഷിക്കാനായി ചെന്നപ്പോൾ മിട്ടു മച്ചിൽ നിന്നും ചാടിച്ചെന്നത് ഗൃഹനാഥൻ കിടന്ന മുറിയിലേക്കായിരുന്നു. ഗൃഹനാഥൻ മിട്ടുവിനെ കണ്ട്, വീണ്ടും നീ വന്നോ? ഇപ്പോൾ നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നു പറഞ്ഞു വടിയുമായി മിട്ടുവിന്റെ പിറകെ ചെന്നു. മിട്ടു ജീവനം കൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല, അയാൾ എന്നെ കൊന്നുകളയും. മിട്ടു ആത്മകഥം ചെയ്തു. പാവം മിട്ടു ഒരു മാവിൻ മുകളിൽ കടലാസ് കൊണ്ട് കൂടുണ്ടാക്കി ജീവിതം തുടങ്ങി. ഒരു ദിവസം നല്ല മഴയും കാറ്റും വന്നു. അവൾ വീണ്ടും പഴയ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇനിയും അയാൾ എന്നെ കൊല്ലാൻ വരുമോ എന്നുള്ള ഭയം അവളുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. വീണ്ടും മിട്ടു അവിടെ താമസം തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പാമ്പുമാമൻ വീടിനുള്ളിലേക്ക് ഇഴഞ്ഞു വരുന്നത് മിട്ടു കണ്ടു. അവൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഗൃഹനാഥൻ മിട്ടുവിനെ കണ്ടിട്ട് കലിതുള്ളി വടിയുമായി വന്നു. ഈ എലിയെ ഞാൻ ഇന്ന് കൊന്നിട്ടേയുള്ളൂ കാര്യം എന്ന് പറഞ്ഞു എല്ലായിടത്തും മിട്ടുവിനെ തിരയുകയായിരുന്നു ഗൃഹനാഥൻ. മിട്ടു പാമ്പുമാമൻ ഇരുന്നിടത്ത് ചെന്നിട്ട് ശബ്ദമുണ്ടാക്കി. ഗൃഹനാഥൻ പാമ്പുമാമനെ കണ്ടു കയ്യിലിരുന്ന വടി കൊണ്ട് തല്ലി ഓടിച്ചു. പാമ്പുമാമൻ പേടിച്ചിട്ട് പിന്നീട് ഒരിക്കലും ആ വഴി വന്നില്ല. വലിയ ഒരാപത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ച മിട്ടു വീട്ടുകാർക്ക് പ്രിയങ്കരിയായി. അവർ അവൾക്കൊരു കൂട് പണിതു കൊടുത്തു. മിട്ടു അവർക്കൊപ്പം സന്തോഷകരമായ ജീവിതം